നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ രാവിലെ തന്നെ? ഞാൻ ജോലിക്ക് പോണം. ജോലിക്കാ? പിന്നല്ലാതെ നിങ്ങൾക്ക് രാത്രിയല്ല ഉണ്ടാ പണി? മോട്ടിക്കലൊക്കെ നിർത്തിയടാ. ഇപ്പം മാന്യം വരെ ടൈലിന്റെ പണിക്ക് പോയിട്ട് ജീവിക്കാം. സാറേ ഞാനൊന്നും ചെയ്തില്ല, സത്യം ഞാനൊന്നും ചെയ്യില്ല സാറേ. സത്യം പറ. ഞാൻ പോലീസില്ല സാറേ, സത്യമായിട്ടില്ല സാറേ. ഇല്ല സാറേ. നീ എന്തിനാണ് തേങ്ങ മോഷ്ടിക്കുക? ഞാൻ വീട്ടിലെ ആവശ്യത്തിലേക്ക്. വീട്ടിലെ ആവശ്യത്തിന് 500 തേങ്ങ രാത്രി മോഷ്ടിക്കും. എന്താണ് സുഗത സാറല്ലേ പോയത്? അങ്ങനെ റിട്ടയർഡ് ആയില്ലേ? റിട്ടയർഡ് ആകുന്നത് അങ്ങനെ ഒട്ടം കലിപ്പാണ് അങ്ങേരാ. ആയ കാലത്ത് തന്നെ ഇടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങേര്. ഏത് കേസിന്? തേങ്ങ മോട്ടിച്ചേന്. ആ ചെറിയ കേസിനാ? ചെറിയ കാസിലെങ്കിലും വലിയ ഇടിയാണ് ഇങ്ങേരെ. അങ്ങേരാ സീനാണല്ലേ? മൊത്തം കലിപ്പാണ്. അങ്ങനെ ഫ്രണ്ടിൽ പോയി ചാടി കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ അമ്മേ ഇന്നിന് ജോലിക്ക് പോണ്ട. അണ്ണ എങ്ങോട്ട് പോകുന്നു? അണ്ണ പോയി അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടല്ലേ പോയത്. നീ വാ, ഒരു പൈൻ്റെ അടുത്ത് അടിച്ചിട്ട് വരാം. പറഞ്ഞെങ്കിൽ വാടാ. അയ്യോ നിങ്ങൾ കേൾക്കണില്ലേ? ഇതൊരു വീടാണോന്ന്? എന്തിനു നീയും കൂടെ എങ്ങനെയാണെന്ന് ബഹളം വെക്കണേ? എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇവരെന്തിനും കിടന്ന് ബഹളം വെക്കണേ? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റൂന്നോ? വായ തുറന്ന് പറയണം, ഈ പരിപാടി ഇവിടെ നടക്കില്ലാന്ന്. എന്റെ മോനാണെങ്കിൽ എനിക്ക് പറയാം. ഇപ്പൊ അച്ഛനാണ്, അച്ഛനടുത്ത് ഞാൻ എങ്ങനെയാണ് പറയണത്? പ്രായമായിട്ടുണ്ടെങ്കിലേ ആ രീതിക്ക് നിക്കണം. ഇത് പണ്ടങ്ങാണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലോ അതിലെന്തൊക്കെയോ മികച്ച നടനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഉള്ളിൽ കിടന്നിട്ടേ. അതുള്ളിൽ കിടന്നിട്ട് പ്രായം പോയി കിടന്ന് തുള്ളുവോ മനുഷ്യര്? എന്റെ അച്ഛനുവേ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്നു, റിട്ടയർഡുമായി. എന്തെങ്കിലും ശല്യം ഉണ്ടോ ആ മനുഷ്യനെ കൊണ്ട്? എന്താ നീ പറയണായിട്ടൊന്നും ഞാനിപ്പോ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിക്കണാണെന്ന്. ഇത് പെൻഷനായി കഴിയുമ്പോൾ ഇങ്ങനത്തെ മുതുക്ക് കൂത്താട്ടങ്ങൾ കാണിക്കുന്നു ഇവിടെ ആരെങ്കിലും അറിഞ്ഞാ?
you ask about? It's a very dangerous situation. It's me, Augustin. It's me, mysterious. Yes. And you, Why do you mysterious? I love you. I love you. So. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഈ പരിപാടി ഇവിടെ നടക്കില്ല. എനിക്കിതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇത് നിർത്തണം. ഏത് വേണം? എടി നാണക്കേട് എന്ന് പറയുന്നത് എനിക്കുണ്ട്. ഇപ്പോൾ ഓഫീസിൽ ചെല്ലാൻ പറ്റണില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കണം. ആ നാണക്കേട് മാറ്റണമെങ്കിലേ ഇത് പറ്റൂലെന്ന് പോയി വാതർണം കൊണ്ട് പറയും. നിങ്ങള് എന്തിനാ ഇവിടെ ഇരിക്കണത്? മനപ്പൂർവ്വം ബഹളമുണ്ടാക്കണതാണ്. എന്റെ പണ്ട് നീ ഒന്നും ഒച്ച കുറയ്ക്കാതെ. ഇത് എല്ലാം കൂടെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്തെടുക്കണം. ആ അത് തന്നെ സ്വസ്ഥതയില്ല. മനപ്പൂർവ്വം ഒച്ച ഉണ്ടാക്കാം. എന്റെ മോൻ പേടിച്ച് അപ്പൊ ഓഡിയൻസ് പേടിച്ചു. വിജയിച്ചു, പരിപാടി വിജയിച്ചു. കുറച്ച് കഷ്ടമുണ്ട് കേട്ടാച്ചാ. എന്ത് കഷ്ടം? ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പുറത്തുള്ള ആൾക്കാർ കളിയാക്കി ചിരിക്കണാണ്. ഇവിടെ ചുറ്റുപാടുള്ളവർ പെൻഷനായി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ എന്തെങ്കിലും കൃഷിപ്പണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക, ഒന്നുമില്ലെങ്കിൽ അമ്പലമോ പള്ളിയൊക്കെ സന്ദർശിച്ചിട്ട് അങ്ങനെ ആത്മീയ പരിപാടിയായിട്ട് പോവും. അത് അവരുടെ താല്പര്യം. എന്റെ താല്പര്യം ഇതാണ്. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ കല എനിക്കത് വേണ്ട രീതിയിലൊന്നും ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ പോറ്റി വളർത്തേണ്ട ആ ഒരു ഇതിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട വന്നു. പെൻഷനൊക്കെ പറ്റി വെറുതെ നേരം പോക്ക്. മണ്ടൂനാണെങ്കിൽ മൈഗ്രൈൻ്റെ അസുഖം. മണ്ടൂന് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകാൻ പറയടാ. മണ്ടൂന്റെ മൈഗ്രെയിൻ അതിന് ഞാൻ എന്ത് വേണം? അങ്ങളെ സുഖങ്ങൾ തലവേദന എടുത്തിട്ട് അവള് ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവൾക്ക് തലവേദന അവൾക്ക് ഇപ്പോഴല്ലേ ഉള്ളൂ. അവളെ നീ കെട്ടിയോർത്തുന്ന മുതൽ എനിക്ക് തലവേദനയാ. അത് നീ മനസ്സിലാക്കിയാന്ന് തീരുമാനിച്ചിരിക്കുന്നോടത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ആര് നന്നാവില്ലാന്ന്? പെണ്ണ് കെട്ടിയതിനു ശേഷം എന്റെ മന്മഥൻ ആളാകെ മാറിയല്ലോ. ആര് പെണ്ണ് കെട്ടി? അവൾ ഇവനെ കെട്ടിയിരിക്കണത്. അത് മണ്ടോദരി അല്ല, മണ്ടോദരനാണത്. ഇത് മന്മതി. മതി നീ കുട്ടികൾ പറയണതിലും കാര്യമുണ്ട്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വേണ്ടടാ, നീ എന്റെ കൂടെ വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാലോ. നിനക്ക് എന്താ സുഖത? എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഒരു കല പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ പോവാന്ന് വേണ്ട. എൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഈ പരിപാടി അവിടെ അവതരിപ്പിക്കണ്ടേ? പിന്നെ ഇത് പോട്ടെ, നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ നമുക്ക് റീൽസ് ചെയ്യണം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈറലായി കഴിഞ്ഞാൽ ഏത് മത്സര വേദിയിൽ ചെന്നാലും നമുക്ക് വരാം.